ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പതിപോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം അത് ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ പള്ളി നേർച്ചയൊക്കെയാണ് തുടങ്ങിയിട്ട് 2-3 ദിവസമൊക്കെ ആയി. പക്ഷേ റിയാസ്ക അങ്ങനെ ആൾക്കൂട്ടുള്ള ഭാഗത്തേക്കൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടിയും പൊടിയും കാണാനായിരിക്കും കൊണ്ടുപോവുക പറഞ്ഞിട്ട്. അതൊരു പ്രത്യേക ടൈപ്പാട്ടോ റിയാസ്ക. അങ്ങനെ എവിടെയാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത്ര പെട്ടെന്ന് കൊണ്ടുപോകില്ല. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാട്ടോ കൊണ്ടുപോകുള്ളൂ. പറഞ്ഞ് മതിയാവും, തോന്നണം. പിന്നെ ചില സമയത്ത് തോന്നിയ ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ കൊണ്ടുപോകില്ല. അങ്ങനെയാണ് എല്ലാം. ഇപ്പം നമ്മുടെ ഇവിടെ വെള്ളച്ചാട്ടം പുതിയതായിട്ട് വന്നിട്ടുണ്ടായി, എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൊണ്ടുപോയാലല്ലേ പോവുക. അപ്പം അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ്. ആൾക്കിങ്ങനെ എവിടെയും പോകണമെന്നൊന്നും അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് എല്ലാവിടെയും പോകണത് ഭയങ്കര ഇഷ്ടമാട്ടോ, കുട്ടികൾക്കും പാത്തമാക്കും ഒക്കെ. പിന്നെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകും. പിന്നെ രാവിലത്തെ കലാപരിപാടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തുമണീസിനെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോവുക. അപ്പോൾ രാവിലെ ഞാൻ സേമിയൊക്കെ ഉണ്ടാക്കി, സേമിയൊക്കെ കഴിച്ച് ചായ കുടിച്ച് നമ്മൾ എപ്പോഴും പോണ പോലെ കുട്ടികൾക്ക് മാത്രം ഇത്തിരി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ കഴിച്ചിട്ട് സ്കൂളിലൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് റിൻഷിമോൾ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര തൊണ്ടവേദന. അപ്പോൾ അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റണില്ല, സൗണ്ടൊക്കെ പോയി. പിന്നെ അവരിനെ കൊണ്ടുവിട്ട് വന്ന ശേഷം ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വിരിപ്പും പുതപ്പൊക്കെ വലിച്ചിട്ട് കുട്ടികൾ എല്ലാ പുതപ്പും വലിച്ചിടും കേട്ടോ. പിന്നെ അതൊക്കെ അടുക്കി പെറുക്കിയാണ് ഡ്യൂട്ടി ആയിരിക്കാം. പിന്നെ തുണി മടക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ തിരുമ്പി വെക്കും, ഒക്കെ മടക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഞാനിന്ന് റിൻഷിമോളും എന്തായാലും പോയിട്ടില്ല. അപ്പോൾ അവളോട് പറഞ്ഞ് നീ മുണ്ടാണ്ട് ഇരിക്കില്ല, അപ്പോൾ ഇരുന്നൊന്നും മടക്കിട്ടോ തുണികളെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തുണികളൊക്കെ മടക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനപ്പോൾ അവിടെ നിന്ന് അടിച്ചു തുടക്കാമെന്ന് വിചാരിച്ചിട്ട് നിലമൊക്കെ ഒന്ന് അങ്ങനെ അടിച്ച് തുടക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ ചെറിയൊരു മിനിഞ്ഞാന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അറിയാണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 8 വർഷം എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എന്ത് ഓർമ്മയില്ല, അങ്ങനെ പറഞ്ഞൊന്നും ഓർമ്മയില്ല. നോക്കുമ്പോൾ 2022 അതിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 6 വർഷം ആയിക്കണം. 7ാമത്തെ വർഷം തുടങ്ങി പകുതി ആയിക്കണം കേട്ടോ. 1 വർഷം തന്നെ അധികം പറഞ്ഞോളൂ. കാരണം അതിൻ്റെ ഇടയിൽ നമ്മുടെ റഹീസ് കുട്ടിക്ക് സർജറിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫോണ് കേട് വന്നിട്ട് ഞാൻ ഇടയിലൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പഴയ ഫോണത്തെ ഇതൊക്കെ പുതിയ ഫോണിലൊക്കെ ആക്കുമ്പോൾ അങ്ങനെ ഡേറ്റ് വ്യത്യാസമൊക്കെ വരുന്നതാണ് റിയാസ്ക പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ പഴയ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോക്ക് ചിലപ്പോൾ അതിൽ ഉണ്ടാവും, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല, ഉണ്ടാവും വിചാരിക്കണം. പിന്നെ പുതിയ നിയമങ്ങളല്ലേ യൂട്യൂബിൻ്റെ, അപ്പോൾ അതുകൊണ്ട് ഇനി പോയിട്ടുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ നമ്മൾ പിന്നെ തിരയാനൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷമൊക്കെ ആവാനാണ് സാധ്യത. അപ്പോൾ 6 വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് 2 വട്ടം യൂട്യൂബ് ഇൻകം കിട്ടി, അത്ര തന്നെ. പിന്നെ 3ാമത്തെ ആവണേ ഉള്ളൂ. അതിന് നമ്മുടെ ചിലപ്പം നോമ്പും പെരുന്നാളും ഒക്കെ കിട്ടുമ്പോൾ, കാരണം മെല്ലെ ഡോളറൊക്കെ കയറുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും പോലെ റീച്ചൊന്നും ഇല്ലല്ലോ, ചെറിയ വ്യൂസൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡോളറുകൾ മെല്ലെ ഇങ്ങനെ കയറുള്ളൂ കേട്ടോ. നമ്മൾ തിരക്ക് പിടിച്ച് വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ കാത്തിരുന്ന് എന്ന് പറഞ്ഞ പോലെ കാത്തു തന്നെ ഇരിക്കണം, അങ്ങനെയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് പിന്നെ 2 സർജറിയൊക്കെ കഴിഞ്ഞ കാരണം ഒരുപാട് വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ല, അപ്പം പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ തോതിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചാനൽ നമ്മുടെ ഫാത്തിമ കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ എന്താ പറയുക, ഒരു അള്ള വല എറിഞ്ഞ് തന്നു, അത് പിടിച്ച് കയറി എന്ന് പറഞ്ഞ പോലെ അള്ളാൻ്റെ ഒരു നിയോഗമാണ് അള്ള എനിക്ക് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കിട്ടുമ്പോൾ കിട്ടട്ടെ, എൻ്റെ ഒരു രീതിക്ക് ഞാൻ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ വിശേഷങ്ങളും ചിലവർക്ക് അവരവൻ്റെ കാര്യങ്ങൾ പുറത്ത് പറയാൻ ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മളെല്ലാം ഒന്നും യൂട്യൂബിൽ പറയില്ലേ, നമുക്ക് അത്യാവശ്യം നമ്മൾ ഫുള്ളായിട്ടൊന്നും പറയുമൊന്നുമില്ല, അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ ജീവിതം. അപ്പോൾ എന്നാലും നമ്മുടേതായിട്ടുള്ള ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് പോകാമെന്നല്ലാണ്ട്. പിന്നെ ഞാൻ കമൻറ്റ് വരുന്നത് കുറച്ചാണെങ്കിലും ഞാൻ വായിക്കലുണ്ട് കേട്ടോ, റിപ്ലൈ കൊടുക്കലും ഉണ്ട്. പിന്നെ ഒരാൾ നമ്മുടെ റുമൈസ ആൾ നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടുന്ന ആളാണ് കേട്ടോ. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ പുതിയതാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഇരുന്ന വീട്ടിൽ എൻ്റെ വാഷിംഗ് മെഷീൻ ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത്
അവിടെ വന്ന പുതുക്കത്തിൽ വാങ്ങിച്ചാണ് ഒരു 4 വർഷമൊക്കെ നിന്നു. പക്ഷെ അത് പിന്നെ എലി കടിച്ചിട്ട് അങ്ങനെ വയറൊക്കെ പൊട്ടി. പിന്നെ മിക്സിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും ഒക്കെ ഫ്രിഡ്ജിൻ്റെയും ഒക്കെ പൊട്ടിച്ചു കിട്ടാം. നമ്മുടെ എലി കയറി കിടന്ന വയറൊക്കെ. പിന്നെ അവിടുത്തെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാണ്ടായി. അപ്പം ഞാൻ പഴയതും പിന്നെ എൻ്റെ കുട്ടിക്ക് പെൻഷൻ കിട്ടിയതും പിന്നെ പഴയ പാത്രങ്ങളും ഒക്കെ നമ്മുടെ ആ സോഫ ഉണ്ട്. പഴയ വീഡിയോ നോക്കിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആ ഒരു സോഫ ഉണ്ട്. സോഫ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് നമ്മുടെ റിയാസ്ഖാൻ്റെ വണ്ടീൻ്റെ സീറ്റാണ്. അപ്പം അത് എല്ലാം ഞാൻ കൊടുത്തു കേട്ടോ. പഴയത് മൊത്തത്തിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ അടവിന് വാഷിംഗ് മെഷീനും മിക്സിയും ഒക്കെ അടവിന് മേടിച്ചാട്ടോ. റെഡി ക്യാഷ് ഒന്നും അല്ല, അടവാണ്. ആ മാസം ചെറിയൊരു തോതിൽ അടച്ചു കൊടുക്കണം. പകുതി കൊടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനത് വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് തന്നെ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇടുമ്പോൾ വീഡിയോ കാണുന്നവർ ചോദിക്കുമല്ലോ, അപ്പം പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓരോ ഇതിലും അങ്ങനെ മറന്നു പോകും. അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ മറന്നും പോയി. പിന്നെ അത് ഇടയിലൊക്കെ റിയാസ്ക്ക് പോയിട്ട് അങ്ങനെ വാങ്ങിയതുകൊണ്ട് പിന്നെ ഒന്നും ശരിക്കും വീഡിയോ എടുക്കാനും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പോയി എടുക്കണമെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ റിയാസ്ക്ക് ആയത് വണ്ടിയിലൊക്കെ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ പിന്നെ റിയാസ്ക്കിന് പഴയതൊക്കെ കൊടുക്കാൻ റിയാസ്ക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴയ വീട്ടിലത്തെ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. ഞാൻ അവിടുന്ന് ഒരു എലി പിന്നെ ഇവിടെ പെട്ടതിന്. ഇവിടെ എലിയൊക്കെ ഉണ്ട്, നമ്മൾ പിന്നെ വാതിൽ നല്ല അടക്കണോണ്ട് ഉള്ളിൽ കയറൂല. രാത്രി സിറ്റൗട്ട് വരെ വന്ന് ഓടിക്കളിച്ച് പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയതൊക്കെ ഒഴിവാക്കി പുതിയത് കുറച്ച് പൈസ കൊടുത്ത് അടച്ചാലും വേണ്ടില്ല പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ റെജിക്കുട്ടിൻ്റെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു. ഗോൾഡ് പറഞ്ഞാൽ ചെറിയ കമ്മൽ ചെറുപ്പത്തിലിട്ട് കൊടുത്ത കുറച്ച് ഒരു ജോഡി കമ്മലുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ തട്ടിക്കൂട്ടി ഒക്കെ വിറ്റിട്ട് ഞാൻ വാങ്ങിച്ചാട്ടോ. എന്തായാലും നമുക്ക് വാഷിംഗ് മെഷീൻ മുകളിലും കൂടി ആയതുകൊണ്ട് താഴത്ത് പോയി തിരുമ്പാൻ പറ്റില്ല. പിന്നെ പാത്തുക്കുട്ടിൻ്റെ എപ്പോഴും മൂത്ര തുണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നെക്കൊണ്ട് കുമ്മനിയിൽ നിന്നും ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ എന്തായാലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാം പാടെ സെറ്റ് ചെയ്ത് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അടവാകുമ്പോൾ അങ്ങനെ അടഞ്ഞും പോയിക്കോളും. പിന്നെ ഞാൻ അതും വാഷിംഗ് മെഷീനും മിക്സിയും പിന്നെ ഒരു കറണ്ട് അടുപ്പും അങ്ങനെ 3 കൂടി ഓഫറായിട്ടാട്ടോ ഞാൻ എടുത്തത്. കറണ്ട് അടുപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല, യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഗ്യാസ് കഴിയുമ്പോഴൊക്കെ ഒരു നേരം ഇവിടെ അടുപ്പൊന്നും കത്തിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് കേട്ടോ ഞാൻ മേടിച്ചത്. ഒരു ചെറിയ കറണ്ട് അടുപ്പും 3 പാടെ. ഇനി ഇൻഷാല്ലാ ഒരു അടുപ്പും കൂടി വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടവ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു അടുപ്പും കൂടി മേടിക്കാൻ കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് പിന്നെ നമുക്ക് കുട്ടികൾ തണുത്ത വെള്ളം കുടിക്കണതുകൊണ്ട് ഞാൻ അന്ന് പിന്നെ എനിക്ക് ഇൻസുലിൻ കുത്താൻ വേണ്ടിയിട്ടാട്ടോ ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് 2500 കൊടുത്ത് സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചത്. പക്ഷേ ഇനി ഞാൻ മേടിക്കണില്ല, കാരണം ഇൻസുലിൻ കുത്തണില്ല, ഗുളിക കഴിക്കണം കേട്ടോ. ഇൻസുലിൻ കുത്താൻ വയ്യ, എനിക്ക് കുറേ കുത്തിയതാണ്, പിന്നെ കുത്തൂല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഗുളിക 3 നേരം 2 നേരമൊക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇൻസുലിൻ. പിന്നെ എനിക്ക് ബാഡ് കമൻ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻസുലിൻ ഞാൻ നിർത്തി കേട്ടോ. പിന്നെ ഞാനിന്ന് കൊള്ളു കറി ആട്ടോ വെക്കണം, കൊള്ളു മുതിര. അപ്പോൾ ഇതാ കറിയായി, പപ്പടം പൊരിക്കണം. അപ്പം ഞാൻ പിന്നെ അത് ഈ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.